നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഡി-സോൺ കലോത്സവം സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 KSU പ്രവർത്തകർ അറസ്റ്റിൽ. പാഠം പാഠശാലയാക്കി കുരുന്ന് വിദ്യാർത്ഥികൾ. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ അമ്പുതിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. യുവജനങ്ങൾക്ക് തൊഴിലവസരം ഒരുക്കി ചാലക്കുടി ബ്ലോക്ക് തല തൊഴിൽ മേള കുടുംബശ്രീ കണക്ട് 2025 സംഘടിപ്പിച്ചു. യുവതി പ്രണയത്തിൽ നിന്നും പിന്മാറിയതിൽ 23-കാരൻ ജീവനൊടുക്കി. വാർത്തകൾ വിശദമായി. ഡി-സോൺ കലോത്സവം സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 KSU പ്രവർത്തകർ അറസ്റ്റിൽ. KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുദേവ്, സംസ്ഥാന ട്രഷറർ സച്ചിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ആലുവയിൽ നിന്നാണ് മാള പോലീസ് ഇവരെ പിടികൂടിയത്. SFI നേതാക്കളുടെ പരാതിയിൽ ഇവർക്കെതിരെ വധശ്രമത്തിനുൾപ്പെടെ കേസെടുത്തിരുന്നു. അറസ്റ്റിലായ ഇവരെ നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പാഠം പാഠശാലയാക്കി കുരുന്ന് വിദ്യാർത്ഥികൾ. ആലത്തൂർ ALP സ്കൂളിലെ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് പാഠം പാഠശാലയാക്കി മാറ്റിയത്. യന്ത്രം ഉപയോഗിച്ച് കൊയ്യുന്നതും കൊയ്തെടുത്ത നെല്ല് ട്രാക്ടറിലേക്ക് മാറ്റുന്നതും തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾ കുട്ടികൾ നേരിട്ടുകണ്ട് മനസ്സിലാക്കി. സ്കൂളിലെ PTA എക്സിക്യൂട്ടീവ് അംഗവും കൊടകര പഞ്ചായത്തിലെ മികച്ച യുവ കർഷകൻ അവാർഡ് ജേതാവുമായ MT സലീഷിൻ്റെ കൊടകര കാരൂരിലുള്ള പാടത്താണ് വിദ്യാർത്ഥികളെത്തിയത്. നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ, വിവിധതരം കൃഷികൾ, വിത്തിനങ്ങൾ, ഇടവിള കൃഷികൾ എന്നിവയെക്കുറിച്ചെല്ലാം കുട്ടികൾ ചോദിച്ചു മനസ്സിലാക്കി. ഇതിനോടനുബന്ധിച്ച് സ്കൂളിൻ്റെ സ്നേഹോപഹാരമായി സലീഷിനെ അധ്യാപകനായ അനൂപ് CG പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഹെഡ് മിസ്ട്രസ് PM ജിൻസ, കാവ്യ ജിത്തു, സിബസ്ത്യ സലീഷ്, സാക്ഷ സലീഷ്, ഷൺമുഖൻ KS എന്നിവർ സന്നിഹിതരായി. സ്വന്തം കൃഷിയിടം IT-യിലെ തൊഴിലുണ്ടായിട്ട് സ്വന്തം കൃഷിയിടത്തിൽ ഉപജീവനമാർഗം കണ്ടെത്തുന്നു. നമുക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു അവസരം നമുക്ക് തന്ന ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ സലീഷിനെ ഞാൻ വിദ്യാലയത്തിൻ്റെ പേരിൽ ഞാൻ ആദരിക്കുകയാണ്. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് ബുധനാഴ്ച രാവിലെ 7 മണിക്ക് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ അമൽ മാളിയേക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായി. രാത്രി 11:30 മുതൽ അമ്പ് പ്രദക്ഷിണം ദേവാലയത്തിൽ പ്രവേശിച്ചു. തിരുനാൾ ദിനമായ വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ബെന്നറ്റ് എടാട്ടുകാരൻ മുഖ്യകാർമ്മികത്വം വഹിക്കും. ഫാദർ വിപിൻ വേരൻ പിലാവ് തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 3:30 ഇടവകയിലെ വൈദികർ നയിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. യുവജനങ്ങൾക്ക് തൊഴിലവസരം ഒരുക്കി ചാലക്കുടി ബ്ലോക്ക് തല തൊഴിൽ മേള കുടുംബശ്രീ കണക്ട് 25 സംഘടിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന, കേരള നോളജ് ഇക്കോണമി മിഷൻ എന്നീ പദ്ധതികളുടെ ഭാഗമായാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്. തൊഴിൽമേള ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 230-ൽ പരം ഉദ്യോഗാർത്ഥികളും 22 തൊഴിൽ ദാതാക്കളും ഈ മേളയിൽ പങ്കെടുത്തു. 110 പേർ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഇടം നേടി. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു PC അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ മുഖ്യ അതിഥിയായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ U സലീൽ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ, ജില്ലാ പ്രോഗ്രാം മാനേജർ വിനീത AK എന്നിവർ സംസാരിച്ചു. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് കുടുംബശ്രീ ജില്ലാ മിഷനിൽ നടക്കുന്ന
തൊഴിൽമേല കണക്ക് 2025 ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബംഗ്ലാദേശിൽ ഒരു പ്രൊഫസറാണ് SNG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ആശയം ഉൾപ്പെടുത്തി. അത് ആശയം നിർത്തിക്കൊണ്ടാണ് കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇന്ന് കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിന് ശേഷം നടന്ന ഏറ്റവും വിപ്ലവകരമായ പ്രവർത്തനമാണ് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ നാട്ടിൽ നടപ്പിലായത്. യുവതി പ്രണയത്തിൽ നിന്നും പിന്മാറിയതിൽ 23-കാരൻ ജീവനൊടുക്കി. യുവതിയുടെ വീട്ടിലെത്തി സ്വയം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. കണ്ണാറ സ്വദേശി അർജുൻ ലാലാണ് മരിച്ചത്. പുലർച്ചെയായിരുന്നു അന്ത്യം. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് യുവതിയുടെ കുട്ടനല്ലൂരിലെ വീട്ടിൽ ഇയാൾ എത്തിയത്. തുടർന്ന് ജനൽ ചില്ലുകൾ കല്ലെറിഞ്ഞ് തകർത്തു. ഇതിനുശേഷമാണ് സിറ്റൗട്ടിൽ വെച്ച് ഇയാൾ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. യുവതിയുമായി 1 വർഷത്തിലേറെ ബന്ധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നതായി പറയുന്നു. കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കുന്നതിനിടെ ഇയാൾ ഭക്ഷണം വാങ്ങി വരാമെന്ന് പറഞ്ഞ് തൃശ്ശൂർക്ക് പോരുകയായിരുന്നു. വഴിയിൽ പെട്രോൾ വാങ്ങിയ ശേഷമാണ് ഇയാൾ യുവതിയുടെ വീട്ടിലെത്തിയത്. പൊള്ളലേറ്റ സ്ഥിതിയിൽ ഇയാളെ കണ്ട് വീട്ടുകാരാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി ആശുപത്രിയിലാക്കി. പുലർച്ചെ 3:30 മരിച്ചു. ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ 8 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ടിൽ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. കടലിൽ 17 നോട്ടിക്കൽ മൈൽ അകലെ അഴിമുഖം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചിൻ നിലച്ച് കുടുങ്ങിയ തമിഴ്നാട് നാഗർകോവിൽ സ്വദേശി നിഫ്റ്റിൻ എന്നയാളുടെ ഉടമസ്ഥയിലുള്ള ബോട്ടും കുളച്ചൽ സ്വദേശികളായ 8 മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:20 ബോട്ടും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമയുടെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ER ഷിനിൽ കുമാർ, VN പ്രശാന്ത് കുമാർ, VM ഷൈബു, റെസ്ക്യൂ ഗാർഡുമാരായ പ്രസാദ്, കൃഷ്ണപ്രസാദ്, ബോട്ട് സ്രാങ്ക്, ദേവ് സി മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധനയാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധനയാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുമാണ് കടലിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ മുനയ്ക്കക്കടവിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെടെ ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തീർത്തും സൗജന്യമായാണ് സർക്കാർ ഈ സേവനം നൽകുന്നതെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മെറിറ്റ് ഡേയും രുചി 25 ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭക്ഷ്യമേള P. ലോകനാഥൻ ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി VV രാജേഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ K. രമാദേവി, സ്കൂൾ മാനേജർ O. സുമേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് VV നാരായണൻ, മാതൃസമിതി പ്രസിഡന്റ് രവീണ അംബരീഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ പരിപാടികളിൽ വിജയികളായ എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകി. So as a doctor, my daughter can advise little bit the students. Nowadays, we can understand one thing, that food waste or food, that is, it is a transformation from homely food to hotel for road fast food. That is the main problem facing our society. Because കാരണം ഒരു പ്രത്യേകത എന്ന് പറയുന്ന സമയത്ത് പ്രശ്നം ഇപ്പൊ 3-4 സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ പുഴകരയും നന്ദേക്കരയും തുമ്പൂരും ഒക്കെ പ്രവർത്തിച്ചു വരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി വ്യത്യസ്ത പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് അത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയുവാനുള്ളത്, ഇന്ന് ഫസ്റ്റും സെക്കൻഡും കിട്ടാത്ത കുട്ടികൾ അടുത്ത തവണ തീർച്ചയായും അതിലേക്ക് എത്തണം, പ്രയത്നിക്കണം എന്നാണ് ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആ ലക്ഷ്യത്തിലേക്ക്
ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7595 രൂപ, പവന് 60,760 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡി-സോൺ കലോത്സവം സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 KSU പ്രവർത്തകർ അറസ്റ്റിൽ. പാഠം പാഠശാലയാക്കി കുരുന്ന് വിദ്യാർത്ഥികൾ. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ അമ്പുതിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. യുവജനങ്ങൾക്ക് തൊഴിലവസരം ഒരുക്കി ചാലക്കുടി ബ്ലോക്ക് തല തൊഴിൽ മേള കുടുംബശ്രീ കണക്ട് 2025 സംഘടിപ്പിച്ചു. യുവതി പ്രണയത്തിൽ നിന്നും പിന്മാറിയതിൽ 23-കാരൻ ജീവനൊടുക്കി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.